ഈ ഒരു കാര്യം കൂടി ശ്രീ ആൻഡോ നേരത്തെ സൂചിപ്പിച്ച ഈ 6000 വോട്ട് അവിടെ PV അൻവർ പിടിച്ചതുകൊണ്ട് പോരാ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം 6000 വോട്ട് ആകെപ്പാടെ 8 പഞ്ചായത്തുകളാണ് നമുക്കുള്ളത്, 8 എണ്ണമാണ് നിലമ്പൂർ അടക്കം. 848 അത്രയൊന്നും പോരാ. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ അൻവറും LDF-ഉം കൂടെ ചേർന്നപ്പോഴും 35 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം ഉണ്ടായിരുന്ന സ്ഥലം. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഞാൻ പറയുന്നത് 20,000 വോട്ടിന് മേലെ അൻവർ ഒരു വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് മുന്നണികളുടെയും വിജയം നിശ്ചയിക്കുന്നതിന് വലിയ കാര്യമാണ്. അപ്പൊ 6000 വോട്ട്, അൻവറിന്റെ വിജയ സാധ്യത കിട്ടോ? അൻവറിന്റെ വിജയ സാധ്യത ഞാൻ 6000 വോട്ടിന് മേലെ പിടിക്കാൻ ട്രെൻഡാണെന്നാണ് പറയണേ. 6000 വോട്ടിന് മേലെ പിടിക്കുകയാണെങ്കിൽ ട്രെൻഡാണ്. 6000 വോട്ട് താഴെ പിടിക്കുകയാണെങ്കിൽ ഈ പറയുന്നത് നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷെ ഞാൻ അൻവറിന്റെ വിജയശതമാനം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഈ രണ്ട് പാർട്ടികളുടെ കേഡർ വോട്ട് ഉണ്ടല്ലോ, രണ്ട് പാർട്ടിയുടെ കേഡർ വോട്ട് എന്ന് പറയുന്നത് 50,000 താഴെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 1,75,000 വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. ഈ 1,75,000 വോട്ടാണ് സത്യം പറഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും മാറാം. ഒരു ജനറൽ വോട്ട് എന്ന് പറയുന്നത് എങ്ങോട്ട് വേണമെങ്കിലും മാറാം. ആ എങ്ങോട്ട് വേണമെങ്കിലും മാറുന്ന വോട്ട് കോൺഗ്രസിലേക്കും LDF-ലേക്കോ UDF-ലേക്കോ PV അൻവറിലേക്കോ മാറാൻ പറ്റുമല്ലോ. ആ PV അൻവറിലേക്ക് മാറുകയാണെങ്കിൽ വലിയ രീതിയിൽ കുത്തൊഴുക്കുണ്ടാവും. അല്ലെങ്കിൽ 75,000 വോട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനോട് വിയോജിപ്പില്ല. എടക്കരയും മൂത്തേടവും അതുപോലെ തന്നെ വഴിക്കടവും എണ്ണിത്തീരുന്ന 7. ഞാൻ എൻ്റെ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ കരുളായി അമരമ്പലം നിലമ്പൂർ ഈ 3 മണ്ഡലങ്ങളിൽ LDF-നാണ് ലീഡ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ലീഡ് അവിടെയാണ്. ഈ 3 മണ്ഡലങ്ങളിൽ UDF-ന് ഇപ്രാവശ്യം വലിയ രീതിയിൽ ലീഡ് ഉണ്ടാവുന്നതാണ് UDF പറയുന്നത്. പക്ഷേ ഞാനത് അങ്ങനെ കാര്യമായിട്ട് വിശ്വസിക്കുന്നില്ല. കാരണം എന്താ അറിയോ, ഇപ്രാവശ്യം അവിടെ 22 വാർഡ് മെമ്പർമാർ ആരെയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ആരാണ്? LDF ആണ്. അവിടെ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാവും. ഈ നിലമ്പൂര് എങ്ങനെയാണ് മുസ്ലിം ലീഗിന് ഒരു കൗൺസിലർ പോലും വാർഡ് മെമ്പർ പോലും ഇല്ലായിരുന്നുള്ള അറിയാലോ. അല്ല, നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അല്ല, അമ്പുക്ക വന്നതിന് ശേഷമാണ് 2016 ശേഷമാണ് ഇടതുപക്ഷത്തിന് ഈ പറയുന്ന പഞ്ചായത്തുകളിലൊക്കെയുള്ള ഒരെണ്ണം ഏതാ അറിയോ? ഒരെണ്ണം. ഇപ്പൊ അതും കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ വലിയ ആൾക്കാരാന്ന് പറയുന്നത്.